സംഘപരിവാറിനെ BJPയെ നേരിടാൻ കോൺഗ്രസിനെ പറ്റുള്ളൂ. അതുകൊണ്ട് കോൺഗ്രസിനെ ദുർബലപ്പെടുത്തരുത് എന്ന് ഒരു തീരുമാനം ഒരു പൊളിറ്റിക്കലായി എടുത്തിട്ടാണ്. ഈ തമിഴ്നാട്ടിലെ 2 സ്ഥാനാർത്ഥികൾക്ക് ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ ഉണ്ടായാലോ CPM സ്ഥാനാർത്ഥികൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. പിണറായി വിജയൻ അടക്കമുള്ള കേരളത്തിൽ നിന്നുള്ള 3-4 പോളിറ്റ് ബ്യൂറോ മെമ്പർമാരുണ്ടല്ലോ, അവരാരെങ്കിലും പറഞ്ഞോ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ തമിഴ്നാട്ടിലെ CPM സ്ഥാനാർത്ഥികൾക്ക് വേണ്ടാന്ന് പറഞ്ഞോ? എന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ വർത്തമാനം പറയും. ആ നെറേറ്റീവിൻ്റെ പുറകെ ഞങ്ങൾ ഇടില്ല. ഞങ്ങളുടെ പൊളിറ്റിക്കൽ ഡിസിഷൻസ് ഞങ്ങൾ തീരുമാനിക്കുന്നതാണ്. ഞങ്ങളല്ല CPM വച്ചിരിക്കുന്ന കെണിയിലൊന്നും പോയി ഞങ്ങൾ പെടില്ല. CPM ഈ തെരഞ്ഞെടുപ്പ്, ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് സമയത്ത് എന്തായിരുന്നു? എല്ലാ ദിവസവും എന്താണ് മറ്റേ CAA 35 ദിവസത്തെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം നിങ്ങൾ കേട്ടോ? മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കേട്ടോ? CAA പറയാത്ത ഒന്നുമില്ല, ഒരു ദിവസം പോലും. എന്നിട്ട് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇന്നേ വരെ ആ നാവിൽ നിന്ന് CAA എന്ന് വന്നിട്ടില്ല. ഇപ്പോൾ പറയുന്നത് ഭൂരിപക്ഷ പ്രകടനമാണ്. മാറ്റി, പതുക്കെ സ്റ്റാൻഡ് മാറ്റി. എന്നിട്ട് തങ്ങളെ അറ്റാക്ക് ചെയ്യുക, ജമാഅത്ത് ഇസ്ലാമിയെ അറ്റാക്ക് ചെയ്യുക, എന്നിട്ട് സംഘപരിവാറിനെ സന്തോഷിപ്പിക്കുക. എന്താ CPM ചെയ്തത്?